എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ടോ ഈ സാക്ഷികൾ, എല്ലാ പ്രതികളെയും? ആരൊക്കെ സാക്ഷികളാണ് തിരിച്ചറിഞ്ഞത് ഓർമ്മ? ഈ 3-4 സഹോദരങ്ങൾ സാക്ഷികളെ പ്രതികളെല്ലാം എല്ലാം തിരിച്ചറിഞ്ഞു. ആയുധങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ആയുധങ്ങളാണ് ഉണ്ടായിരുന്നതെന്നോ? വടിവാളുകൾ, കാര്യമായിട്ട് വടിവാളുകൾ, കത്തേവാള്, കഠാരകള് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. എല്ലാ ആയുധങ്ങളും ഉണ്ട്, എല്ലാ മാരകായുധങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് ബോംബേറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അതിൻ്റെ ഇല്ല. ആ കേസിൽ അതില്ല. സഹോദരങ്ങൾക്ക് മൊഴി കൊടുക്കുമ്പോൾ അവര് പറയുന്ന വെച്ചാൽ സംഭവം കണ്ടിട്ടുണ്ട്. അവരൊരു മാനസിക നിലവാരം എന്താണ്? സ്വന്തം സഹോദരനെയാണ് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുന്നത്. തീർച്ചയായും ഒരു സഹോദരനെ അവരെ മുന്നിലിട്ട് വെട്ടുമ്പോൾ എന്ന് വെച്ചാൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൃത്യമായിട്ട് അവർ ആ കോടതിയിൽ ആ ഒരു സംക്ഷിപ്തമായിട്ടുള്ള വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടമാകും. അങ്ങനെ കോടതിയുടെ കമന്റുകൾ, വിചാരണക്കിടയിൽ കോടതിയുടെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്? കോടതി അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇടപെടലൊന്നും ഒരു കേസിലും നടത്തിയിട്ടില്ലെന്നാണ്. ഞാൻ നടത്തിയ കേസിലൊന്നും ഒരു ഇടപെടലും ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ജഡ്ജികൾ, കോടതികൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് തന്നെയാണ് വിധി പറയാറുണ്ടായിരുന്നത്. ഏതെങ്കിലും സാക്ഷികൾ കൂറുമാറുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതില്ലാത്ത? അതായത് ഞാൻ അതിൻ്റെ അകത്ത് കാര്യമായിട്ട് നോക്കിയിരിക്കുന്നത് വെച്ചാൽ ആവശ്യമായിട്ടുള്ള സാക്ഷികളെ മാത്രം വിസ്തരിക്കുക. അതിൻ്റെ അകത്ത് ഏകദേശം 10-32 ടോട്ടൽ വിറ്റ്നസസ് ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. 32-33 സാക്ഷികളുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. ഈ പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആയുധങ്ങളുണ്ടായിരുന്നു. കുറേ അവർ അവിടെ ഇവിടെയെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആയുധങ്ങൾ കണ്ടെടുക്കുമ്പോഴുണ്ടായിരുന്ന സാക്ഷികളുണ്ടായിരുന്നു. പിന്നെ ഈ തൊണ്ടിമുതലിലെ ആയുധങ്ങൾക്ക് പുറമെ വസ്ത്രങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് എല്ലാം ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഡോക്ടറിന് എല്ലാം എക്സാം ചെയ്തിരിക്കുന്നു. അവരും എല്ലാം കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഇഞ്ചുറീസും കാര്യങ്ങളാണ് പറയുന്നത്. ആഴത്ത മുറിവുകളാണ്. ഈ സ്പോട്ടിൽ തന്നെ മരിക്കുന്നുണ്ട് ഈ മനുഷ്യരെല്ലാം അല്ലേ? ഈ 38 വെട്ടെല്ലാം കൊണ്ടാ മരിക്കുന്നുണ്ട്. അവിടെ തന്നെ മരിക്കുന്നുണ്ട്. അങ്ങനത്തെ കൊലപാതകങ്ങൾ ഓർക്കാൻ പോലും ചിത്രങ്ങളില്ലേ ഈ ഇതില് ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ? എല്ലാത്തിന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കേസിൽ ഇത് കാണുമ്പോൾ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണല്ലോ നമ്മൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ വല്ല സങ്കടം തോന്നുക നമുക്കിങ്ങനെ. കാരണം നമ്മളെ പോലെ ഇരിക്കുന്ന ഈ പച്ചയായ മനുഷ്യനെ ഇങ്ങനെ വെട്ടി കൊലപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന ആ ഒരു സ്കാറുണ്ടല്ലോ, ഡീപ്പ്, വെരി ഡീപ്പ്. ഒരിക്കലും ഭീകരമാണ്. അതൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്തതാണ്. അതാണ് എപ്പോഴെങ്കിലും ഈ ഫയലിലെ മുന്നിൽ ഈ ഇത്തരം ഈ 38 വരെ കഷ്ടനായ മനുഷ്യന്മാരെ കാണുമ്പോൾ ഈ പ്രൊഫഷണൽ നിൽക്കുമ്പോൾ ഇതെല്ലാം വിചാരണ ചെയ്യും. അത് നവാസെ, അത് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളൊരു ചിന്താഗതി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ഈ ഒരു കേസ് എങ്ങനെ ഒരു നല്ല രീതിയിൽ പര്യവസാനത്തിലെത്തിക്കുക. കാരണം ഇതൊരു സമൂഹത്തിന് ഒരു മാറ്റം. കാരണം അന്നത്തെ ജനങ്ങൾ തന്നെ ചിന്തിക്കുന്നൊരു കാര്യം, ഇതിന് കോടതിക്കൊന്നൊരു തടയിടാൻ വേണ്ടി പറ്റൂലേ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു അന്ന്. എത്രയോ ആൾക്കാർ ചോദിക്കായിരുന്നു, ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നു, കോടതിയിൽ കേസ് വരുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഇവരൊന്നും ശിക്ഷിക്കപ്പെടാത്തത് എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിൽ വരുന്നൊരു സമയമായിരുന്നു അത്. അപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ഏകദേശം പിന്നെ ഒരു 60-62 പേർക്ക് ശിക്ഷ. 62 എന്തും അതിൽ 10 പേർക്കാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. 10 പേർക്ക്, അതായത് പിന്നെ 5 പേരെ പിന്നെ ജയേഷൻ കേസിൽ, 1 ഈ കനകരന്റെ കേസിൽ, പിന്നെ വേറെ 4 പിന്നെ പന്നിന്നൂർ ചന്ദ്രന്റെ കേസിൽ. അപ്പൊ എല്ലാം കൂടി 10 പേർക്ക് ശിക്ഷ. ഈ കേസിൽ ഈ വിചാരണ നടപടികൾ ഇങ്ങനെ 2 മാസമാണോ എടുത്തത്? ഏകദേശം 2 മാസം എടുത്തു. ഈ മൊഴികൾ മുഴുവൻ ജഡ്ജി നേരിട്ടാണോ എഴുതിയെടുക്കുക? അന്ന് നേരിട്ടാണ് എഴുതിയെടുക്കുന്നത് മുഴുവനും. ഫുൾ ജഡ്ജി തന്നെ എഴുതിയെടുക്കുക. അദ്ദേഹത്തിന്റെ പേന കൊണ്ട് അദ്ദേഹം തന്നെ എഴുതിയെടുക്കുന്നത്. ഈ പറയുന്ന സാക്ഷികളുടെ മൊഴി മുഴുവൻ എല്ലാം ജഡ്ജി എഴുതിയെടുക്കും. സമയമെടുത്ത് ഓരോ സാക്ഷിയും സമയമെടുത്ത് കൃത്യമായി നമ്മളെ പ്രോസിക്യൂഷൻ്റെ ചീഫ് വിസ്താരം കൃത്യമായിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഡിഫൻസ് ക്രോസ് എക്സാമിനേഷൻ ഒരുപാട് സമയമെടുക്കും. തീർച്ചയായും. കാരണം ഇതിന് നമ്മളൊരു കേസ് അവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫൗണ്ടേഷൻ വി ഹാവ് ഓൾറെഡി ലേഡ്. അതിൻ്റെ മേലെ ഈ കേസിനെ എങ്ങനെയെല്ലാം ഇതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് ഡിഫൻസാണ്.
അപ്പോൾ പ്രതിഭാഗം അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള മാക്സിമം എഫർട്ട് അവരെടുക്കും. അത് അവരുടെ പണിയാണ്. അത് അവരെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തല്ലോ. ഈ കേസിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സാക്ഷിമൊഴികളിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാക്ഷികളെ ഈ പ്രതിഭാഗത്തിന്റെ ഈ ക്രോസിൽ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്താണ്? ക്രോസിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് അന്ന് ഇന്നും ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഈ കാര്യമായിട്ടുള്ള 3-4 സാക്ഷികൾ, അത് 3 പേര് സഹോദരന്മാർ തന്നെ. അപ്പോൾ ഈ പ്രതിഭാഗം വാദിക്കുന്നത് ഈ സഹോദരന്മാരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോടതിയോടുള്ള അപേക്ഷ. കാരണം അവർ താല്പര്യമുള്ള കക്ഷികളാണ്, ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്. അതെ അതെ. അപ്പോൾ ഞങ്ങളെ വാദം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സമയത്ത് ഈ ഒരു സ്ഥലത്ത് മറ്റു പുറമെ ഇങ്ങനെ അന്തരീക്ഷം സൃഷ്ടിച്ച് നടത്തുന്ന ഈ കൊലപാതകങ്ങൾക്കൊന്നും മറ്റുള്ള സാക്ഷികളൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും നടക്കുമെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതെല്ലാം ആസൂത്രിതമായിട്ട് വന്ന് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആസൂത്രണം അവർ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്ത് കാര്യങ്ങൾ എന്നുള്ള നിലക്കല്ലാന്ന് അവർ വരുന്നതും ചെയ്യുന്നുമൊക്കെ. അപ്പോൾ അങ്ങനെ പുറത്തുള്ള ഒരാളെ ഒരു സാക്ഷിനെ കിട്ടുക എന്നുള്ളതും പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ ഈ കേസിലും പരിഗണിച്ചിട്ട് ജഡ്ജി കോടതി തെളിവുകൾ വേറെന്തൊക്കെയാണ് നിങ്ങൾ അതിനകത്തൊന്ന് പറഞ്ഞിരുന്നത്? ഈ സഹോദരങ്ങളുടെ മൊഴികളല്ലാതെ മറ്റ് സാഹചര്യത്തിൽ നിങ്ങൾ ഈ അധ്യാപകനെ തന്നെ തേടിയാണ് എത്തിയത് എന്ന് പ്രോസിക്യൂഷൻ എങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്? പ്രോസിക്യൂഷൻ്റെ കാര്യമായ വാദം എന്ന് വെച്ചാൽ തലേന്നാണ് മറ്റേ സംഭവം നടന്നിരിക്കുന്നത്, ജയകൃഷ്ണൻ. അതും ഇതേപോലെ തന്നെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലയായിരുന്നത്. അപ്പോൾ അതിന് പകരം വീട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ പകരത്തിന് പകരം ടിറ്റ് ഫോർ ടാറ്റ്, അതാണ് അന്നത്തെ രീതി. അപ്പോൾ അതിൽ ഈ ജയേഷൻ്റെ കേസിൽ എന്ന് വെച്ചാൽ കുട്ടികളാണ് സാക്ഷികൾ, ക്ലാസ്സിലെ കുട്ടികൾ. നേരെ മറിച്ച് ഇത് സഹോദരങ്ങളാണ്. അപ്പോൾ എവിടെയും സഹോദരന്മാരുടെ സാക്ഷികൾ സാക്ഷിയായി വന്നാൽ അവരുടെ മൊഴികൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു വിധികളുമില്ല, ഒരു വിധിയുമില്ല. അതിൻ്റെ നോക്കേണ്ടത് കോടതിക്ക് നോക്കേണ്ടത് ഈ വെറും സഹോദരങ്ങളുടെ മൊഴി കൊണ്ട് മാത്രം അതിനകത്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി അതില്ല. വേറെന്തെല്ലാണ് പ്രധാനപ്പെട്ട വന്നത്? പിന്നെ ഡോക്ടറുടെ മൊഴിയുണ്ട്. ഈ ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് സംഭവം ഈ തരത്തിലുള്ള പരിക്കുകൾ പറ്റാവുന്നതും ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ രക്തക്കറ പുരണ്ട ആയുധങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്, എല്ലാം സീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഈ ബ്ലഡ് എല്ലാം ഒക്കെ അതെല്ലാം കൃത്യമായിട്ടുണ്ടായിരുന്നു. അതൊരു അനുകൂലമായിട്ടുള്ള എവിഡൻസ് ആണ്, കൃത്യമായിട്ടുണ്ട്. മറ്റ് എന്തൊക്കെ എവിഡൻസുകളാണ് ഓർമ്മയിൽ വരുന്നത്? ഈ ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരു തെളിവ് വരുന്നുണ്ട്, സഹോദരങ്ങളുടെ ദൃക്സാക്ഷി മൊഴികൾ വരുന്നുണ്ട്. ദൃക്സാക്ഷി മൊഴികൾ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ? ഏറ്റവും പ്രധാനം അതല്ലേ? അതാണ് ഏറ്റവും അയൽവാസികൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ സംഭവം കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ കാണാത്തവരെ സാക്ഷികളാക്കുമെന്ന് വെച്ചാൽ നമ്മൾ പ്രോസിക്യൂഷൻ അങ്ങനെ കുറേ ആൾക്കാരിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാത്തത് കൊണ്ട് അവരെ കൂട്ടിൽ കയറ്റിയാൽ അവർ നേരെ വിപരീതമായിട്ടെല്ലാം പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ നമ്മളെ കേസ് ഉള്ളതും കൂടി പോകും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഉള്ള കേസ് അത് എത്രത്തോളം ബലവത്താക്കാന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് 3 പേര് ഇവരെ സഹോദരന്മാരാണെങ്കിൽ തന്നെ അവർ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. നിങ്ങൾ ജയകൃഷ്ണൻ കേസിലൊക്കെ ഇങ്ങനെ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ഇതിലും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊന്നുമല്ലല്ലോ. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കർമ്മം. നടത്തുക, അതാണ് ശിക്ഷ വായിച്ചു കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ നമ്മളെ ഡ്യൂട്ടി. അത് കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ 3-4 ദിവസം തുടർച്ചയായിട്ടായിരിക്കും. അപ്പോൾ രാവിലെ ഇപ്പോൾ എന്ന് വെച്ചാൽ ആദ്യത്തെ ബെയിൽ ആപ്ലിക്കേഷൻസ് അതുപോലുള്ള മറ്റ് അനുബന്ധ കോളിംഗ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം കോളിംഗ് വർക്ക് എന്ന് പറയാം. ആദ്യത്തെ കേസെല്ലാം അങ്ങനെ എടുത്തു വെക്കേണ്ടതൊക്കെ എടുത്തു വെക്കും അത്യാവശ്യമാണെങ്കിൽ. പക്ഷേ ഇങ്ങനത്തെ ഒരു കൊലക്കേസൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ള കേസുകളൊക്കെ നിർത്തും.
ആദ്യത്തൊക്കെ ഡിസ്പോസ് ചെയ്ത് അതിനുശേഷം പിന്നെ വിചാരണ തുടങ്ങും. അതൊരു 11:30-11:45 തന്നെ തുടങ്ങും. മരം തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 2-2:30 മണിക്ക് വീണ്ടും വരും. പിന്നീട് 5-5:30 മണി വരെ. ചില കേസുകളൊക്കെ എന്ന് വെച്ചാൽ 5:30-5:45 വരെ എല്ലാം പോയിട്ടുണ്ട്. 6 മണി വരെ ഇരുന്നിട്ടുണ്ട്. ആ സെഷൻസിന്റെ പഴയ കെട്ടിടത്തിൽ. യെസ്, ഈ കേസിൽ അവിടെയായിരുന്നു. ഇരിക്കും, ചോദിക്കും. അതായത് ജഡ്ജിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോസിക്യൂട്ടറോടും ചോദിക്കും, ഡിഫൻസോടും ചോദിക്കും. പ്രോസിക്യൂട്ടർക്ക് ഇടയ്ക്ക് നിൽക്കാനും ഇരിക്കാനും അവസരം ഉണ്ടാവുമല്ലോ. ഇരുന്നോ രാവിലെ 11:45 ഇരുന്നാൽ ചിലപ്പോൾ 1 മണി 1:30-2 മണി 2 മണി ഇരിക്കും. പിന്നെ ചെറിയൊരു ബ്രേക്കിനായിട്ട് പിന്നെയും വരും. 3-4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരിക്കും. യെസ്, 2-2:30 ഇരുന്നാൽ പിന്നെ 5 മണി വരെ. 5 ചിലപ്പോൾ എന്ന് വെച്ചാൽ ഒരു കാര്യമായിട്ടുള്ള സാക്ഷിയാണെങ്കിൽ 5 മണി കഴിഞ്ഞു, ക്രോസ് വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിർത്താൻ വേണ്ടി പറ്റില്ല. കാരണം ആ ഫ്ലോയിൽ തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൂടുതൽ എടുത്തിരിക്കും. അപ്പോൾ 5:30 അങ്ങനെ ഒരു പ്രത്യേക നിയമമൊന്നുമില്ല. എത്ര മണി വരെ ഇരിക്കാം. ജഡ്ജ് തയ്യാറാണെങ്കിൽ എത്ര മണി വരെ ഇരിക്കാം. ഓ, അങ്ങനെ ഇരുന്നാണ് ഈ മൊഴികൾ മുഴുവൻ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഈ കേസിൽ ഇവരുടെ എല്ലാ മൊഴി രേഖപ്പെടുത്തി, എല്ലാവരും മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഈ 3 സാക്ഷികൾക്ക് പുറമെ ഫോറൻസിക് സർജൻ, അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം വരുന്നുണ്ട്. സൈറ്റ് സീയിങ് വില്ലേജ് ഓഫീസർ, വരുന്നുണ്ട്. എഫ്ഐ സ്റ്റേറ്റ്മെന്റ്, ഡോക്ടേഴ്സ്. അതിൽ ഡോക്ടേഴ്സും എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് 2-3 ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് പുറമെ വേറെ ഡോക്ടേഴ്സ് എങ്ങനെയാണ് വരുന്നത് അതിനകത്ത്? അതിൻ്റെ അകത്ത് അവരും ആദ്യം തന്നെ വന്ന് നോക്കിയ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ വന്ന് വെട്ടുകൊണ്ട് വന്ന് അതായത് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഉണ്ടാവും. പിന്നെ കാര്യമായിട്ട് പിന്നെ അത് ഇൻക്വസ്റ്റ് സമയത്തിൻ്റെ കുറേ സാക്ഷികൾ അതുണ്ടായിരുന്നു. പിന്നെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സാക്ഷികളുണ്ടാവും. ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സാക്ഷികളുടെയൊക്കെ സ്വഭാവം എങ്ങനെയുള്ള ആളുകളായിരിക്കണം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ സാക്ഷികളായിട്ട് വരാറ് സാധാരണ? ചിലപ്പോൾ ആ നാട്ടിലുള്ള ഒരു കാര്യമായിട്ടുള്ള ആൾക്കാർ. കാറ്റഗറി അവിടെ പ്രസന്റ് ആയിട്ടുള്ള അത്യാവശ്യമായ അറിയപ്പെടുന്ന ഒരാളാവുക എന്നുള്ളത് അത്രേ ഉള്ളൂ. പിന്നെ ഇവരെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഇപ്പം ഡോക്ടേഴ്സിന് ഇവരെ ആളെ തേടി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ആരാണോ പ്രസന്റ് ആയിട്ടുള്ളത് അവരെ അതിനകത്ത് ഒരു സാക്ഷിയാക്കും. ഇൻക്വസ്റ്റെല്ലാം കഴിയും. ഓ, എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരെയും ഡോക്ടർമാരെയും പോസ്റ്റ്മോർട്ടം ഡോക്ടർമാരെയും ഓർമ്മയില് ഈ കേസിൽ ലോക്കൽ പോലീസ്, അത് ക്രൈംബ്രാഞ്ച് തന്നെയല്ലേ അന്വേഷിച്ചത്? ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായിട്ടാണ്. അന്നത്തെ എല്ലാ കൊലപാതകങ്ങളും ക്രൈംബ്രാഞ്ചാണ്. ഇത് ക്രൈംബ്രാഞ്ച് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ശരിക്കും അന്നെല്ലാം നടന്നു ആയിരുന്നു. രാഷ്ട്രീയ കേസുകൾ മുഴുവൻ അങ്ങനെ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അപ്പൊ അങ്ങനെ ഈ വിചാരണ നടന്നു പൂർത്തിയായി. എല്ലാ പ്രതികളുടെയും വിചാരണ പൂർത്തിയായതിനു ശേഷം പിന്നെ കോടതി വെക്കുന്നത് പിന്നെ 313 ക്വസ്റ്റ്യനിങ് എന്ന് പറയും. ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ സാക്ഷിമൊഴികൾ മുഴുവൻ ജഡ്ജി എഴുതിയെടുക്കുന്നു. അത് ജഡ്ജി കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കുന്നത്. അത് സംശയമില്ലല്ലോ. അങ്ങനെ കാണുന്ന പോലെ എളുപ്പമൊന്നുമല്ല. ഒരുപാട് കാര്യം ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണം അത്. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കി കോടതി തന്നെ അതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റുകൾ കുറിച്ചെടുക്കുക. എന്നിട്ട് ഈ ചാർജ് ഷീറ്റിനനുസരിച്ചുള്ള ഈ ചാർജ് ഫ്രെയിം ചെയ്തിട്ടുണ്ടല്ലോ, ഇന്ന സെക്ഷൻ പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചോദിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിന് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെന്ന് കോടതി കംപ്ലീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷമാണ് ഈ 313 പ്രകാരമുള്ള വീണ്ടും ചോദിച്ചു പ്രതികളോട് മാത്രം ചോദിക്കുന്നത്. പ്രതികളെ കോടതി നേരിട്ട് ചോദിക്കുന്നത്. കുറ്റം ചെയ്തോന്ന് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് കോടതി വിചാരണ പൂർത്തിയായി കഴിഞ്ഞാൽ അതെ പിന്നെ ചോദിക്കുന്നത് വെച്ചാൽ ഇന്ന സാക്ഷി നിങ്ങളെപ്പറ്റി ഇന്നതൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണോ? അങ്ങനെ ഓരോ പ്രതിയെയും വിളിച്ച് ചോദിക്കും, ഓരോ ആളെയും. എന്നിട്ട് അവരെ മൊഴികൾ ഓരോ പേജിൽ തന്നെ രേഖപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം. ഇപ്പം 10 പ്രതികളുണ്ടെങ്കിൽ 10 പേരോടും നിങ്ങൾ ഇന്ന സാക്ഷികൾ നിങ്ങൾക്കെതിരെ ഇന്ന മൊഴികൾ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പിന്നെ ഇതെല്ലാം പഠിക്കണ്ടേ ജഡ്ജ്? നിസ്സാര കാര്യമല്ലല്ലോ. ഇതെല്ലാം ഇരുന്ന് പഠിച്ച് ഇതെല്ലാം അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ട്. ഇന്ന സാക്ഷി ഇന്നത് പറയുന്നു എന്ന്
പല ചോദ്യങ്ങളുണ്ടാക്കും, ഓരോ സാക്ഷിൻ്റെതും. ഓരോ പ്രതിക്കെതിരെയുള്ളൂ. വെറുതെ അല്ല ജഡ്ജിമാർ കുറെ കേസ് എടുക്കാത്തത് അല്ലേ? സെഷൻസ് കോടതികൾ ഒരു കാലത്ത് തീരെ കേസ് എടുത്തിരുന്നില്ല അല്ലേ? കുറെ കെട്ടിക്കിടക്കാൻ കാരണം അതായിരുന്നു. അങ്ങനെ ഈ കേസിലും അങ്ങനെ ഈ 10 സാക്ഷികളോടും പ്രതികളോടും പ്രതികളെ കോടതി ചോദ്യം ചെയ്തു. എന്നിട്ട് അതെല്ലാം നോട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അതിനുശേഷമാണ് പിന്നെ നമ്മളെ രണ്ട് ഭാഗത്തിന്റെയും വാഗ്വാദം. ഈ കേസിനെ വാഗ്വാദം. അതെന്താണ് ഈ വാഗ്വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് എന്ന് വെച്ചാൽ ഈ ചോദ്യം ചെയ്തതിന് ശേഷമാണ് വാഗ്വാദം നടക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് നിങ്ങളെ കേസ് പറയാനുള്ളത്? പ്രോസിക്യൂഷന് വാദം, അത് പ്രോസിക്യൂഷന്റെ വാദം എന്താണ്? ഇത് കനകരാജ് കേസിലെ പ്രധാനപ്പെട്ട വാദം രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാ കാര്യവും. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഈ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴും മറ്റ് പരിതസ്ഥിതികളിൽ നിന്നും മറ്റ് സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് തലേന്ന് നടന്ന അക്രമത്തിൻ്റെ പ്രതികാരമായിട്ടാണെന്നുള്ളതാണ് ഈ ഒരു കേസ്. പിന്നെ അതിനുശേഷം പിന്നെ പറയുന്ന വാദത്തിൽ പറയുന്ന അതിനുള്ള പിന്നീട് പറയുന്നത് വെച്ചാൽ പിന്നെ ഐ വിറ്റ്നസസ്, ദൃക്സാക്ഷികൾ കണ്ടവർ കൃത്യമായിട്ട് സംഭവം ഇന്ന് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ശിക്ഷാർഹമാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്ത് ശിക്ഷ കൊടുക്കണം പറയൂ? അത് പിന്നെ മാക്സിമം പണിഷ്മെന്റ് എന്ന് നമ്മൾ പറയാം. അത് ആദ്യം തന്നെ ഒരു സൂചന കൊടുക്കുമല്ലോ കോടതിക്ക്. അതായത് ഇവരൊക്കെ തന്നെ ഈ അക്രമത്തിൽ പങ്കാളികളാണ്, ഇന്ന് അക്രമം നടത്തിയിട്ടുണ്ട്, എല്ലാ പ്രതികളെയും എല്ലാ സാക്ഷികളും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 10 പ്രതികൾ ഒരുമിച്ച് ഇയാളെ വെട്ടല് നടക്കൂല്ലോ? ഇല്ലല്ല, അതിനൊരു ലിമിറ്റേഷൻ. അതെ, ഈ ക്രൈം ചെയ്തത് ഇവരെ കൊല്ലുക എന്ന ഈ കനകരാജിനെ ഈ വെട്ടി കൊല്ലുക എന്ന പ്രക്രിയ ചെയ്തത് അതിനകത്ത് എത്ര പേരുണ്ടാവും? അതിൻ്റെ അകത്ത് സാക്ഷികൾ പറയുന്നത് ഈ 10 പേരും കൂടിയിട്ടാണെന്ന്. അപ്പോൾ ഓരോരുത്തർ ഇപ്പം 4 സാക്ഷികളാവുമ്പോൾ അവർ ഇന്ന പ്രതി ഇന്നത് ചെയ്തു, ഇന്ന പ്രതി ഇന്ന് ചെയ്തു, ഇന്ന പ്രതി ഇന്ന് ചെയ്തു, ഇങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 പേരും കൂടി പറഞ്ഞപ്പോൾ ആ സർക്കിൾ ഫുള്ളാകുക. ഇത് എല്ലാ പ്രതികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ഓപ്പറേഷനിൽ നേരിട്ട് പങ്കാളിത്തം. 10 പേരെ കയ്യിലും ആയുധമുണ്ടായിരുന്നു, ഇതിൽ വെട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മുറിവ് വരുന്നത് എന്നാണ് അവരെ കേസ്. പ്രതിഭാഗം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാദം അവരെന്ന് വെച്ചാൽ ഈ സാക്ഷികൾ സഹോദരന്മാരായതുകൊണ്ട് അവരെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ പറയല്ലോ, അതിതല പറയല്ലോ. കാരണം വെച്ചാൽ അതും ഇതുവരെ പറയുന്നുണ്ട് തലേന്ന് ഇങ്ങനെ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ പ്രതികാരമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരന്മാരുടെ മൊഴികൾ സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നാണല്ലോ അവർ പറയുന്നത്. അവർ പറഞ്ഞതും രാഷ്ട്രീയ പ്രേരിതമാണ്, പ്രതികളെ ഇവരെല്ലാം കള്ളപ്രതികളാക്കി ചേർത്തതാണ്. അപ്പോൾ പ്രതികൾ ഇവരൊന്നുമല്ല, ഇത് പോലീസ് എടുത്തിരിക്കുന്ന ഒരു കേസ് മാത്രമാണ് എന്നാണല്ലോ അവർ ചെയ്യുക. പറയുന്നത് അങ്ങനെയാണ് പറയുന്നത്. സാധാരണക്കാരൻ മനസ്സിലാക്കുന്നു. പ്രതിഭാഗം രാഷ്ട്രീയ പ്രേരിതമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പറയാ. ഈ കേസിലും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ഈ 10 പ്രതികൾ ഈ വാദം, നിങ്ങളുടെ ഈ വാദപ്രതിവാദം കഴിഞ്ഞല്ലോ, വിചാരണയുടെ അടിസ്ഥാനത്തിൽ കനകരാജ് കേസിൽ നിങ്ങളുടെ വാദപ്രതിവാദം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു?